അപ്പോൾ നമ്മൾ ഇന്നൊരു മത്തിക്കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മത്തി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകാണ്. ഇനി ചട്ടി അടപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി പൊട്ടിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷമാണ് മസാലകൾ ചേർക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ടുള്ള മസാല മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിന് ശേഷം മസാലയൊക്കെ ഒന്ന് മൂക്കണം വരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തുറന്ന് വെച്ചും കൂടെ വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.